മമ്മൂക്കയെ ഞാൻ ഓർക്കുന്നത് മമ്മൂക്ക സിനിമയിൽ വന്ന കാലഘട്ടം ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടവും ഏകദേശം ഒരേ സമയം തന്നെയാണ്. ഞാൻ ത്രാസം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ആദ്യം വരുന്നത്. അതിൻ്റെ തിരക്കഥ എഴുതി അതിൻ്റെ സഹസംവിധാനമായിട്ടാണ് വരുന്നത്. ഏകദേശം അതേ സമയത്ത് തന്നെയാണ് മമ്മൂക്ക ദേവലോകം എന്ന് പറയുന്ന സിനിമയിൽ എം ടി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്, ഇറങ്ങാത്ത സിനിമ. അന്നെനിക്ക് പരിചയമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ മമ്മൂക്കനെ ആദ്യം ഒരിക്കൽ കാണുന്നത് ആ സമയത്താണ്. ആ ദേവലോകം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. അഡ്വക്കേറ്റ് കലാം എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ എൻ്റെ അമ്മാവൻ പടിയൻ, മരിച്ചുപോയ പടിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ലോ കോളേജിൽ മമ്മൂട്ടിയുടെ സീനിയറായിട്ട് പഠിച്ചതാണ്. ഇവരുടെ കൂടെ ഒരു വൈകുന്നേരം ആണ് എറണാകുളത്ത് വെച്ചിട്ട് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്, നമുക്ക് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ദേവലോകം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോവുമായിരുന്നു മമ്മൂക്ക. ഞങ്ങൾ ത്രാസം എന്ന് പറയുന്ന എൻ്റെ ഈ ആദ്യത്തെ സിനിമയുടെ ഒരു വർക്കുകൾ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. പിന്നീട് ഞാൻ മമ്മൂക്കയെ കാണുന്നത് മദ്രാസിൽ വെച്ചിട്ട് മേളയുടെ ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് മമ്മൂക്ക മദ്രാസിൽ വന്നപ്പോൾ ശ്രീനിവാസൻ്റെ കൂടെയാണ്. ആർ കെ ലാബിലെ മുമ്പിൽ, ആർ കെ ലാബ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു ലാബറട്ടറിയാണ്. മലയാള സിനിമകൾ അന്ന് എല്ലാ പടങ്ങളും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ്. ആ ആർ കെ ലാബിൻ്റെ ഗേറ്റിൽ വെച്ചിട്ടാണ് ശ്രീനിവാസനെയും മമ്മൂക്കാനെയും കൂടി ഞാൻ പിന്നീട് കാണുന്നതും പരിചയം പുതുക്കുന്നതും. അവിടെ വെച്ചൊരു സൗഹൃദം ഉണ്ടാവുകയും പിന്നീട് മദ്രാസിൽ പല സ്ഥലത്ത് വെച്ചിട്ട്, മദ്രാസിലായാലും ശരി കേരളത്തിലായാലും ശരി, ആദ്യകാലങ്ങളിൽ ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ പിന്നീട് ഒരുപാട് തവണ മമ്മൂക്കയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനും സൗഹൃദം പങ്കുവയ്ക്കാനൊക്കെ അവസരമുണ്ടായി. ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത് മമ്മൂക്കയുടെ ഒരു ഡെഡിക്കേഷനാണ്, സിനിമ എന്ന മാധ്യമത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ. അത് ഓർമ്മ വരുന്നത് അന്ന് രാജ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഇതുണ്ടായിരുന്നു, നുങ്കമ്പകത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെയാണ് രതീഷും മമ്മൂക്കയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഞാനതിൻ്റെ അടുത്ത് തന്നെയുള്ള ആർ കെ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിലുണ്ട്. പഴയ നടനായിരുന്ന ജോസ്, ലാലു അലക്സ് അങ്ങനെയുള്ളവരൊക്കെ അന്ന് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആർ കെ ലോഡ്ജും രാജ് ഹോട്ടലും തമ്മിൽ വളരെ അടുത്താണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാജ് ഹോട്ടലിൽ വരും. രതീഷും മമ്മൂക്ക മിക്കവാറും ഒരു റൂമിലാണ് ഒരുമിച്ച് താമസിക്കുക. അവർ തമ്മിൽ വളരെ സൗഹൃദത്തിലായിരുന്നു. ഒരുമിച്ച് കുറേ സിനിമകൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പലപ്പോഴും രാത്രിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, രതീഷ് നേരത്തെ കിടന്നുറങ്ങും, മമ്മൂക്ക രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചിരുന്ന് കണ്ണാടിയിൽ നോക്കി സിനിമയിൽ അഭിനയിക്കുന്ന, അദ്ദേഹം അഭിനയിച്ച സീനല്ല, ചിലപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെയൊക്കെ ആയിരിക്കും സീനുകളൊക്കെ അദ്ദേഹം അഭിനയിച്ച് കാണിക്കുക, അഭിനയിച്ച് നോക്കുക, പരിശീലിക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ഒരു തമാശയായിട്ട് അതിനെ കണ്ടിരുന്നു. അപ്പോൾ നമുക്കോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയുന്ന ഒരു ന്യായം, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ സാങ്കേതികമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ ഞാനൊരു എന്താ പറയുക, സ്വന്തം പരിശ്രമം കൊണ്ട് മുന്നേറുന്നൊരു നടനാണ്, അപ്പോൾ ഞാൻ പരിശീലിക്കണം, എൻ്റെ പരിശീലനം ആണിത്. ആ ഡെഡിക്കേഷൻ, അദ്ദേഹം കാണിച്ചിരുന്നൊരു ഡെഡിക്കേഷൻ. മറ്റു പലരും സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചതിന് ശേഷം മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നമ്മൾ ആദ്യകാലത്തെ കണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും അതിനു വേണ്ടിയിട്ട് സമർപ്പിച്ച രീതിയിലാണ്. അതൊരു പക്ഷേ ഇന്നും മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങളൊക്കെ നോക്കിക്കാണുന്നതാണ്. ഇന്നും ഒരു പുതിയ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഒരു പുതുമുഖ നടനെ പോലെയാണ്. അതിനെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര ആകുലതയായിരിക്കും. ഒരു സിനിമ തുടങ്ങുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, എൻ്റെ എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്, ഓരോ സിനിമകളും. ഈ അവസാന കാലത്ത് അദ്ദേഹമായിട്ട് ഞാൻ അഭിനയിച്ച ബന്ധപ്പെട്ടുള്ള പടങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന ഒരു സിനിമ ഉദാഹരണമായിട്ട് പറയാം. ആ സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും എന്നെ വിളിക്കും, എടോ എങ്ങനെയാണത്, ആ ക്യാരക്ടർ എങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഈ തമിഴൻ മലയാളം പറയുമ്പോൾ അത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് പിന്നെ എൻ്റെ അപ്പിയറൻസ് എന്താണെന്ന് ചോദിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഒരു പുതുമുഖ നടൻ പോലും ഇത്രമാത്രം താല്പര്യം കാണിക്കാറില്ല തൻ്റെ കഥാപാത്രങ്ങൾ. അപ്പോൾ ഒരു 200-300 സിനിമകളിൽ അഭിനയിച്ച ഒരു നടൻ വീണ്ടും ഒരു പുതിയ സിനിമയെ സമീപിക്കുമ്പോൾ പുതുമുഖ നടനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആവേശവും അദ്ദേഹത്തിന് അതിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനും, ആദ്യകാലത്ത് അദ്ദേഹം കാണിച്ചിരുന്ന അതേ ഡെഡിക്കേഷൻ 30 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് ഓരോ സിനിമയിലും കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഇന്നും നമ്മുടെ മനസ്സിൽ മമ്മൂക്കയുടെ സ്ഥാനം മായാതെ നിൽക്കുന്നത്. അതുമാത്രമല്ല, പുതുമയോടെ അദ്ദേഹം ഇത്രയും വേഷങ്ങൾ ചെയ്തിട്ടും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതിൽ ആദ്യം ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അദ്ദേഹത്തെ പോലെയുള്ള ഒരു ആത്മസമർപ്പണം ഇതിന് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്ന ഒരു നടനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹമായിട്ട് ഇപ്പോൾ ഈ 30 വർഷത്തെ ബന്ധം, ഞാനും അല്ലെങ്കിൽ സിനിമയിലുള്ള ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്കൊക്കെ പറയാൻ കാണും. ഞാനെന്നും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഒരു സിനിമ കഴിഞ്ഞ് അടുത്തൊരു സിനിമയുടെ ഇടവേള ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ഇത് മടുത്തു,
എത്ര കാലം ഇത് സിനിമയിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഒരു സിനിമ കഴിഞ്ഞു ഒരു ഗ്യാപ്പും ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ എന്നുള്ളൊരു ചിന്ത മമ്മൂക്കയുടെ മനസ്സിലോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ സംസാരത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പുതിയ വിദ്യാർത്ഥിയെ പോലെയാണ് സിനിമയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ തുടങ്ങാൻ വൈകി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്കലാപ്പാണ്. കുറച്ച് ദിവസങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വന്നില്ലെങ്കിൽ, അഭിനയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. ഓരോ ദിവസവും എല്ലാ ദിവസവും അഭിനയിച്ചു കൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുക, അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമായിട്ട് പോലും ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ദൗർബല്യത്തിനപ്പുറത്ത് അദ്ദേഹം ഈ മീഡിയയെ ഇപ്പോഴും ഒരു പുതിയ ഒരാളെപ്പോലെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ കുടിയനായിട്ടുള്ള കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ തന്നെ ഒരു തുടക്കക്കാരൻ്റെ യാതൊരു എന്താ പറയുക ചാഞ്ചല്യം ഒന്നുമില്ലാതെ വളരെ തന്മയത്വത്തോടുകൂടി നമുക്ക് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പിന്നീട് നമുക്ക് ഞാൻ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ പേഴ്സണലായിട്ടൊരു സിനിമാ പ്രവർത്തകൻ എന്നുള്ളൊരു ഉപരിയായിട്ടൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ മമ്മൂക്കയെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2 സിനിമകൾ. ഒന്ന് തൃഷ്ണ എന്ന് പറയുന്ന സിനിമയുണ്ട്, പിന്നെ അഹിംസ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം പ്രധാന കഥാപാത്രമല്ല അതിൽ, പക്ഷേ എങ്കിൽ പോലും ആ കഥാപാത്രത്തെ അദ്ദേഹം അന്ന് ആ കാലത്ത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ആ സിനിമയിൽ നമുക്കൊക്കെ അന്ന് മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടുകയും ചെയ്തു. പിന്നീട് മമ്മൂട്ടിയുടെ ഓരോ സിനിമകളും നമുക്കറിയാം ചരിത്രമാണ്. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഓരോ സിനിമകളും ഓരോ കഥാപാത്രങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട്, മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കഥാപാത്രം നമുക്ക് അവതരിപ്പിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കും. അതിപ്പോൾ അക്ഷരങ്ങളിലായാലും ശരി, അതിനുശേഷം വന്ന ഓരോ സിനിമകളും